ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. തമ്പനയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളെല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക. ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ഗാഡ്ജറ്റ് റിവ്യൂവർ ഒന്നുമല്ല. ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ ഒരു ഫോണിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എന്തായാലും വന്നിരിക്കുന്നത് നമ്മുടെ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഡെഫിനറ്റ്ലി നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ നത്തിങ്ങിൻ്റെ CMF1. അപ്പോൾ ഇന്ന് ഈ ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഈ ഫോൺ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ നൂൺ എന്നുള്ളൊരു സൈറ്റിലൂടെയാണ് നമ്മൾ വാങ്ങിയത്. അതിലെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 760 ദർഹംസിനാണ് നമുക്ക് ഈ ഫോൺ കിട്ടിയത്. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ 16,000 രൂപയ്ക്കൊക്കെ നമ്മുടെ ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ 16,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് 20,000 രൂപയിൽ താഴെയുള്ളൊരു ഫോൺ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫോണ് ഒരുപാട് കാര്യങ്ങളിൽ വളരെ നല്ലതാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ കവർ. ഞങ്ങൾ നേരത്തെ ഇത് അൺബോക്സിംഗ് ഒക്കെ ചെയ്തതാട്ടെ. ഇപ്പോൾ വെറും ഒരു പ്രഹസനത്തിന് ഞാൻ ഒന്നുകൂടെ തുറക്കാം. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. കാണാനൊക്കെ നല്ല ഡിസൈനാണ്. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ് ആക്ച്വലി, ആൻഡ് കയ്യിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണാണ്. ഈ ഒരു ബോക്സിൽ നമുക്കിതിൻ്റെ കൂടെ ഒരു യുണീക്ക് ആയിട്ടുള്ള സിം ഇജക്ടർ ടൂള് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ ഒരു ടൈപ്പ് സിയുടെ കേബിളും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ടൈപ്പ് സി കേബിൾ മാത്രമേ വരുന്നുള്ളൂ, ചാർജർ ഫോണിൻ്റെ കൂടെ വരുന്നില്ല. അത് നമ്മൾ എന്തായാലും എക്സ്ട്രാ പൈസ കൊടുത്ത് തന്നെ വാങ്ങേണ്ടത് ആണ്. വെയ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഫോണിൻ്റെ വെയ്റ്റ് വെറും 200 ഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റിൽ വേണമെങ്കിലും ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വളരെ ഹാൻഡി ആയിട്ടുള്ള ഡിസൈൻ കൂടിയാണ്. എനിക്ക് ഇതിൻ്റെ ഒരു ലുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കുറേ സ്ക്രൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ എസ്പെഷ്യലി ഗേൾസിനൊക്കെ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള മാച്ചി ആക്സസറീസ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ഫോണിനെ സംബന്ധിച്ച് ഇതിൻ്റെ കേസസ് നമുക്ക് ഈ ബാക്ക് കേസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ കളറിനനുസരിച്ച് നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. അത് വളരെ ഒരു യുണീക്കായിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം അധികം ആരും പരീക്ഷിക്കാത്ത ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നി. ആൻഡ് നത്തിങ് ശരിക്കും നല്ല രസത്തിൽ ഈ ഒരു ഐഡിയനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും നമുക്ക് പറയാൻ പറ്റും. അത് മാത്രമല്ല കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവർ ഇതിനൊരു കുഞ്ഞ് സ്റ്റാൻഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഹൊറിസോണ്ടലി ആണെങ്കിലും വേർട്ടിക്കലി ആണെങ്കിലും നമുക്ക് നമ്മുടെ ഫോൺ എവിടെയെങ്കിലും ഇങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റും. ശരിക്കും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് കൊണ്ടും നത്തിങ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും ഇത് കൊള്ളാം കേട്ടോ. നല്ല ഒതുക്കത്തിൽ നല്ല വൃത്തിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ ഒരു പണത്തിന് മൂല്യം കൃത്യമായിട്ടും ഇവർ നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പൊതുവേ ഒരു ഫോണൊക്കെ വാങ്ങുമ്പോൾ ഏറ്റവും നോക്കുന്നൊരു കാര്യം ആദ്യത്തേത് അതിൻ്റെ ക്യാമറയാണ്, രണ്ടാമത്തേത് അതിൻ്റെ ബാറ്ററി ലൈഫാണ്. 4K 30 FPS നമുക്കിതിൽ വീഡിയോസ് എടുക്കാൻ പറ്റും. ആൻഡ് മാത്രമല്ല ഈ മേലത്തെ ക്യാമറയിൽ, ബാക്ക് ക്യാമറയിൽ, മുകളിലെ ക്യാമറയിൽ നല്ല ഡെപ്ത് സെൻസറാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എടുക്കാനും പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫോണിലൊക്കെ അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സ്മൂത്ത് 60 FPS അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമും കളിക്കാൻ പറ്റും. സാധാരണ നമുക്കറിയാം ഈ നത്തിങ് ഫോണിൻ്റെ ബാക്കിൽ എന്ന് പറയുന്നത് ഫുൾ ലൈറ്റ് എഫക്റ്റാണ്. ശരിക്കും ഒരു കല്യാണപ്പരയിലൊക്കെ പോയൊരു ഫീലാണ് നമുക്ക്. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, ഈ നത്തിങ്ങിൻ്റെ ഫോണിൽ ലൈറ്റ് ഇല്ല ഗൈസ്. ലൈറ്റിൻ്റെ ഒരു എഫക്റ്റും ഇല്ല. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ട് തോന്നി. കാര്യം നത്തിങ് എന്നുള്ള ഫോണിൻ്റെ കോൺസെപ്റ്റ് തന്നെ എൻ്റെയൊക്കെ മനസ്സിലിങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കണത് ഫുൾ ലൈറ്റ് കത്തുന്ന ഫോൺ എന്നുള്ള രീതിയിലാണ്. സോ ആ ഒരു ഫീച്ചർ ഈ ഒരു ഫോണിൽ മിസ്സിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി.
പിന്നെ ഈ ഒരു ഫോണിൽ മോണോ സ്പീക്കറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പാട്ടുകൾ കേൾക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ലിസണിങ് എക്സ്പീരിയൻസ് നമുക്ക് തരാൻ പറ്റും. അണ്ടർ 20,000 റുപ്പീസ് അല്ലെങ്കിൽ അണ്ടർ 1000 ദിർഹംസിന് നമുക്ക് ഇതിൽ പരം, അതായത് എനിക്ക് പൂന്തോട്ടവും വേണം, കാർ പാർക്കിംഗ് സൗകര്യവും വേണം, 4 നിലയുള്ള പിന്നെ 4 ബെഡ്റൂം റൂമും വേണം എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു ഫോണാണ്. ഈ ഒരു ബഡ്ജറ്റിന് കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റീസ് ഉള്ള, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ബാറ്ററി ലൈഫും നല്ല രീതിയിലുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഫോൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തോളൂ. ഇത് നമുക്ക് പാർക്കിങ്ങിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഓപ്ഷനായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയാനാണെങ്കിൽ സോഫ്റ്റ്വെയർ, സ്ക്രീൻ, ബാറ്ററി ഇവയ്ക്കൊക്കെ അടിപൊളിയാണ് നത്തിങ്ങിൻ്റെ CMF1 ഫോൺ.